ഹായ് ഹലോ ഗുഡ് ഈവനിങ്. അപ്പോൾ വിഷ്ണുശാലിനിയുടെ പുതിയ ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ പപ്പിക്കുട്ടിയും സത്യക്കുട്ടിയും കൂടെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അവിടുത്തെ SIയോട് പിന്നെ കംപ്ലൈൻറ്റ് പറയുകയാണ്, ഞങ്ങൾക്കൊരു രേഖാചിത്രമൊക്കെ തയ്യാറാക്കുന്നത് പോലെ ഒരു പടം വരച്ച് തരണമെന്ന്. അപ്പോൾ SI ആദ്യമൊക്കെ അത് എതിർക്കുന്നുണ്ട്. പിന്നെ കുട്ടികളുടെ ശാഠ്യം കാരണം അവിടെ സ്ഥിരമായി വരയ്ക്കുന്ന ആളിനെ വിളിച്ച് അവരെ നമ്മുടെ ശാലിനിയുടെ പഴയ ഫോട്ടോ സ്കൂളിൽ പഠിക്കുന്ന സമയത്തുള്ള പഴയ ഫോട്ടോ കാണിച്ച് ആ ചിത്രകാരൻ ശാലിനിയുടെ ഇപ്പോഴത്തെ രൂപം വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ വരച്ചു കൊടുത്ത ചിത്രത്തിൻ്റെ പണിയെല്ലാം പൂർത്തിയായിട്ട് ഈ ചിത്രകാരൻ ഇതാ കുഞ്ഞുങ്ങളെ ഫോട്ടോ എന്നും പറഞ്ഞ് കാണിക്കാനായിട്ട് ഇങ്ങനെ കൊടുക്കുമ്പോൾ തന്നെ ആ പിക്ചർ നമ്മുടെ പിന്നെ ചന്ദ്രബോസ് ഇങ്ങനെ അവിടെ എത്തി പിടിച്ച് വാങ്ങുകയാണ്. എന്നിട്ട് എന്തായി കാണിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് വളരെ ദേഷ്യപ്പെടുകയാണ്. എന്നിട്ട് നോക്കുമ്പോൾ ശാലിനിയുടെ പിക്ചർ അപ്പോൾ പറയുന്നുണ്ട്, ഇതിപ്പോൾ ശാലിനിയാണെന്ന് അറിഞ്ഞാൽ ഇവരെല്ലാവരും കൂടെ അറിയുമല്ലോ എന്നൊക്കെ വിചാരിച്ച് ചന്ദ്രബോസ് എന്ത് ചെയ്തു, ആ പേപ്പർ അങ്ങ് ചുരുട്ടി കയ്യിലെടുത്തു. അതായത് ഒരു ബോളിൻ്റെ രൂപത്തിലാക്കിയിട്ട് അതിങ്ങനെ അമ്മാനമാടിക്കൊണ്ടിരിക്കുകയായിരുന്നു ചന്ദ്രബോസ് ചെയ്തത്. അപ്പോഴത്തേക്കും എന്നിട്ട് SIക്കും അവിടെ നിൽക്കുന്ന പോലീസുകാരനും ചിത്രകാരനും ഒക്കെ ഒത്തിരി വഴക്കുകൾ നമ്മുടെ ചന്ദ്രബോസ് കൊടുക്കുകയുണ്ടായി. മാത്രമല്ല കുട്ടികളെയും വേണ്ടാത്ത രീതിയിലൊക്കെ ഒത്തിരി ശകാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ അതെല്ലാം കണ്ട് നമ്മുടെ പപ്പിയും സത്യം കൂടെ ഇങ്ങനെ പേടിച്ച് വിറച്ചൊക്കെ നിൽക്കുകയായിരുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, നിനക്കൊക്കെ കളിക്കാനുള്ള സ്ഥലമാണോ ഈ പോലീസ് സ്റ്റേഷൻ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ SIയോടും നന്നായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് ചന്ദ്രബോസ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ചന്ദ്രബോസ് എന്ത് ചെയ്യണമെന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നിട്ട് പെട്ടെന്ന് ഫോൺ എടുത്ത് നമ്മുടെ സത്യാമ്മയെ വിളിക്കാനായിട്ട് ആരെ വിളിക്കണമെന്നുള്ള വിചാരത്തിൽ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ സത്യാമ്മയുടെ വീടാണ്. അപ്പോൾ അവിടുത്തെ പിന്നെ വിഷ്ണു അതുവഴി ഇങ്ങനെ നടന്നു പോകുമ്പോൾ രാഘവൻ നായർ വിഷ്ണുവിനെ വിളിക്കുന്നുണ്ട്. വിഷ്ണു മോനെ, നീ ഇതെങ്ങോട്ടാ, ഒന്ന് വന്ന് എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന്. അങ്ങനെ വിഷ്ണു അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എന്താ മോനെ നീ ഇങ്ങനെ, ശാലിനിയെ മറക്കാൻ നിനക്ക് കഴിയില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം, ഞാൻ മറക്കാൻ ഞാൻ ആവശ്യപ്പെടുന്നുമില്ല, പക്ഷേ ഭാമ നിന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ അവിടെ സത്യാമ്മ വരികയാണ്. എന്നിട്ട് പറയുകയാണ്, രാഘവേട്ട അപ്പം ഞാനില്ലാത്ത സമയത്ത് ഇതൊക്കെയാണല്ലേ നിങ്ങളുടെ സംസാരങ്ങൾ എന്നൊക്കെ പറഞ്ഞ് അവിടെ ഇങ്ങനെ ചെറിയൊരു വഴക്ക് പോലെ വരുന്നുണ്ട്. എന്നിട്ട് വിഷ്ണു ഒന്നും മിണ്ടുന്നില്ല. എന്നിട്ട് രാഘവൻ നായരും നമ്മുടെ ഭാമയും കൂടി ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ഭാമയുടെ ഫോണിലേക്ക് പിന്നെ ചന്ദ്രബോസ് വിളിക്കുകയാണ്. അപ്പോൾ ചന്ദ്രബോസ് ഫോൺ എടുത്ത് ഇങ്ങനെ ആലോചിച്ചിട്ട് വിളിക്കാൻ വെച്ചിരുന്നത് ഭാമയാണ്. അങ്ങനെ ഭാമയെ വിളിക്കുകയാണ്. ഭാമയെ വിളിച്ചിട്ട് ചന്ദ്രബോസ് പറയുകയാണ്, പിന്നെ നിങ്ങളുടെ മൂത്ത മരുമകളെ കാണാനില്ല എന്നുള്ളൊരു പരാതി ഇവിടെ കിട്ടിയിട്ടുണ്ട്. അത് പരാതി തന്നത് നിങ്ങളുടെ വീടുമായിട്ട് ഏറ്റവും അടുത്ത ഒരു ബന്ധമുള്ള ആൾ തന്നെയാണ്. അതാരാ, എനിക്ക് അങ്ങനെ ഒരു പരാതി തരുന്നത് ആരാ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ വിഷ്ണു അത് കാത് ഓർപ്പിച്ച് കേൾക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാവരും ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുമ്പോൾ തന്നെ പിന്നെ സത്യാമ്മയോട് നമ്മുടെ ചന്ദ്രബോസ് പറയുന്നുണ്ട്, അത് പത്മിനിയാണ്. പത്മിനിയോ, നിങ്ങൾക്ക് വേണമെങ്കിൽ ആ കുഞ്ഞിനെ വന്ന് പരാതിയൊന്നും ഇല്ലയെന്ന് എഴുതി തന്നാൽ കുഞ്ഞിനെ നിങ്ങൾക്ക് കൊണ്ടുപോകാം, നിങ്ങളങ്ങ് സ്റ്റേഷനിലേക്ക് വരുമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്രബോസ് വിളിക്കുകയാണ്. അങ്ങനെ ചന്ദ്രബോസ് ഇത്രയും പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അപ്പോഴത്തേക്കും നമ്മുടെ സത്യാമ്മ പറയുന്നുണ്ട്, വിഷ്ണു വണ്ടി എടുക്കുന്നു. അങ്ങനെ വിഷ്ണു എന്തൊക്കെ ഇങ്ങനെ ആലോചിച്ച് കൂട്ടിയിട്ട് വിഷ്ണുവും സത്യഭാമയും കൂടി നമ്മുടെ പിന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ്. അങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുമ്പോൾ തന്നെ അതിന് മുന്നേ നമ്മുടെ ചന്ദ്രബോസ് കുട്ടികളോടൊക്കെ ഓരോന്ന് സംസാരിക്കുകയാണ്. എന്നിട്ട് പറയണം, നിനക്കൊക്കെ എന്തിൻ്റെ കേടാടി, നീക്ക് വിചാരിച്ച എന്താ ഈ പോലീസ് എന്ന് പറയുന്നത് നിങ്ങളുടെ കളിപ്പാവകളാണെന്നോ, പടം വരച്ച് തരാൻ വേറെ ഒരു ജോലിയില്ല എന്നൊക്കെ പറയും. നമ്മുടെ സത്യം പറയുന്നുണ്ട്, അങ്കിളെ അതൊന്നും ചീത്തയാക്കരുത്, ഞങ്ങൾക്ക് ഒരു തവണത്തേക്കൊന്ന് കണ്ടാൽ മതി, ആ പേപ്പർ താന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒത്തിരി ശാഠ്യം പിടിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും ഈ കുട്ടികൾക്ക് നല്ല വഴക്കാണ് കൊടുക്കുന്നത്. എന്നിട്ട് പപ്പിയും നമ്മുടെ ധാരാളം പറയുന്നുണ്ട്, ഇങ്ങ് താ അങ്കിളെ ഞങ്ങളൊന്ന് ഫോട്ടോ കണ്ടോട്ടെ, ഞങ്ങളുടെ ചേച്ചിയമ്മയുടെ ഫോട്ടോയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ കുട്ടികൾ ഇങ്ങനെ പറഞ്ഞിട്ടൊന്നും അയാൾ ഗൗനിക്കുന്നില്ല. എന്നിട്ട് ഒത്തിരി ദേഷ്യപ്പെടുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ SIയോടും കിടന്ന് ദേഷ്യപ്പെടുന്നുണ്ട്, താൻ എന്താണ് ഇവിടെ ഉണ്ടാക്കാൻ നിൽക്കുന്നത്, ഇതൊരു സ്റ്റേഷനല്ലേ, ഇതാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ സത്യാമ്മയും വിഷ്ണു അവിടേക്ക് വരുന്നുണ്ട്. അപ്പോൾ അവർ വരുന്നത് കണ്ടുകൊണ്ട് തന്നെയാണ് വീണ്ടും പറയുന്നത്, സത്യാമ്മയുടെ ഒരു കൊച്ചുമകൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ ഹാസ്യത്തോടെയാണ് നമ്മുടെ ചന്ദ്രബോസ് അധിക്ഷേപിക്കുന്നുണ്ട് ഈ കുഞ്ഞുങ്ങളെ. അപ്പം എന്നിട്ട് പിന്നെ സത്യാമ്മ വിളിക്കുന്നുണ്ട്, ചന്ദ്രബോസെ താൻ ഞങ്ങൾ കണ്ടിട്ടാണല്ലോ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന്. അപ്പോൾ ചന്ദ്രബോസ് വന്നായിരുന്നോ, ഞാൻ അറിഞ്ഞില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും കളിയാക്കുന്ന സ്വരമാണ്. എന്നിട്ട് പറയുന്നുണ്ട്, പരാതി വല്ലതും ഉണ്ടോ നിങ്ങളുടെ മരുമകളെ കാണാനില്ല എന്ന്, അങ്ങനെ പരാതി ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഈ കുട്ടികളെ എന്താ കൊണ്ടുവരാനൊന്നും കഴിയത്തില്ല എന്നൊക്കെ ഇങ്ങനെ ചന്ദ്രബോസ് ഭീഷണിയുടെ സ്വരമൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് പരാതി ഇല്ലയെന്ന് കാണിച്ചാൽ ഈ കുട്ടിയെ കൊണ്ടുപോകാമെന്ന്. അന്നേരം സത്യഭാമ പറയുന്നുണ്ട്, എനിക്ക് ഒരു പരാതിയുമില്ല, എൻ്റെ മരുമകളെ കാണാനോ കണ്ടെത്താനോ ഒന്നും എനിക്ക് ആരോടും പറയാനുള്ളൊരു ഒന്നുമില്ല, അതുകൊണ്ട് എനിക്ക് പരാതിയൊന്നും ഇല്ല എന്ന് പറഞ്ഞ് നമ്മുടെ പപ്പിയെ ഒത്തിരി വഴക്ക് പറയുന്നുണ്ട് നമ്മുടെ സത്യാമ്മ. എന്നിട്ട് പറയുന്നുണ്ട്, നിന്നെ ഈ ഒരു അഹങ്കാരിയെ നിന്നെ ഇല്ലാതാക്കിയതെന്ന് പറഞ്ഞ് സത്യയുടെ മേളിലും കുതിര കയറുന്നുണ്ട്. ഇനി ആ കൂട്ട് നിനക്ക് വേണ്ട, നീ ശരിയാവില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ വിഷ്ണു പറയുന്നുണ്ട്, അമ്മ എന്താ ഈ പറയുന്നത്, കൊച്ചുകുട്ടിയല്ലേ എന്ന്
നീ മിണ്ടരുത്, നീയാ ഇവർക്കൊക്കെ ഒത്താശ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സത്യാമ്മ ഈ കുഞ്ഞിനെ സത്യ ഒത്തിരി വഴക്ക് പറയുന്നുണ്ട്. എന്നിട്ട് പപ്പിയോട് പറയുന്നുണ്ട്, വാ നമുക്ക് പോകാമെന്ന്. അപ്പോഴത്തേക്കും നമ്മുടെ സത്യ എന്ത് ചെയ്യുന്നു, പേടിച്ചിങ്ങനെ നിന്നിട്ട് നമ്മുടെ ബിഗ് ഫ്രണ്ടിൻ്റെ കൈയൊക്കെ ഇങ്ങനെ പിടിക്കുന്നുണ്ട്. അപ്പോൾ ബിഗ് ഫ്രണ്ട് പറയുന്നുണ്ട്, ചെറുതായിട്ടൊരു തേങ്ങലൊക്കെ വരുമ്പോൾ, കരച്ചിലിൻ്റെ ഒരു തേങ്ങൽ സ്വരമൊക്കെ വരുമ്പോൾ നമ്മുടെ വിഷ്ണു പറയുന്നുണ്ട്, മോള് കരയണ്ട, പേടിക്കണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രബോസിനോട് പറയുന്നുണ്ട്, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടാ, കുട്ടികളോടല്ല നിൻ്റെ കളി, നമ്മളിനി നേരിട്ടാണ് കളിക്കാൻ ഞാൻ ഇനി ഇറങ്ങുന്നതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ നമ്മുടെ സത്യക്കുട്ടിയും കൊണ്ട് വിഷ്ണുവും പോവുകയാണ്. എന്നിട്ട് വിഷ്ണു നേരെ വീട്ടിലേക്ക് അവിടെ കൊണ്ടുവിടുന്നതൊന്നും കാണിക്കുന്നുമില്ല. എന്നിട്ട് നേരെ പിന്നെ കാണിക്കുന്നുണ്ട് ശാലിനി നമ്മുടെ സത്യയെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതാണ്. എന്താടി നിൻ്റെ ഭാവം, നീ എന്തിനാ ഇങ്ങനെ കാണിക്കുന്നതെന്നൊക്കെ. അപ്പോൾ ശാരദാമ്മ പറയുന്നുണ്ട്, ചോദിക്കുക, അമ്മയുടെ മകളല്ലേ, ഇങ്ങനെയല്ലേ കാണിക്കുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ സത്യക്കുട്ടി പറയണം, അതോ അമ്മേ ബിഗ് ഫ്രണ്ടിൻ്റെ ചേച്ചിയമ്മയെ കാണാനുള്ള ആഗ്രഹം കൊണ്ടല്ലേ ഞങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തത്, ആ ചേച്ചിയമ്മയെ കാണണ്ടേ എന്നൊക്കെ ചോദിക്കുമ്പോൾ, ചെറിയ വായിലാണോടി ഇതിൻ്റെ ഈ അന്വേഷണവും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നത്, വലിയ വർത്തമാനം പറയാൻ വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശാലിനി നന്നായിട്ട് നമ്മുടെ സത്യയോട് ദേഷ്യപ്പെടുന്നുണ്ട്. എന്തിനാ മോളെ നീ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ആ ദേഷ്യമാണെങ്കിൽ അതൊരു സ്നേഹമുള്ള ദേഷ്യത്തിലൂടെയാണ് സംസാരിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ശാരദാമ്മ ഇങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ ഓരോന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയും ശാരദാമ്മയും ഇങ്ങനെ കാണിക്കുന്നതാണ് ആ എപ്പിസോഡ് പൂർണ്ണമാകുന്നത്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കാണണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം.